ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കർശനമാക്കാനോ അല്ലെങ്കിൽ പുതിയ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനോ ഉള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ള വാർ പവേഴ്സ് സമയപരിധി അവസാനിക്കാറായ സാഹചര്യത്തിൽ ഇറാനെതിരെ സൈനിക നീക്കത്തിനുള്ള സാധ്യതകൾ ട്രംപിന് മുന്നിൽ ഉണ്ടെന്നത് വിപണിയെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഇത് ആഗോള വിപണിയിലേക്കുള്ള എണ്ണയുടെ വിതരണം ഗണ്യമായി കുറയ്ക്കുമെന്ന ആശങ്ക നിക്ഷേപകർക്കിടയിലുണ്ടാക്കി. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദക രാജ്യങ്ങളിലൊന്നായ ഇറാനിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകും. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നത്. വിതരണ ശൃംഖലയിൽ ഉണ്ടായേക്കാവുന്ന ചെറിയൊരു തടസ്സം പോലും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എണ്ണവിലയിലെ ഈ വർധനവ് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ പല വിധത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. വികസന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിക്കുന്നത് വഴി പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ വരെ വില കുതിച്ചുയരാൻ ഇത് കാരണമാകും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന പല രാജ്യങ്ങൾക്കും ഈ പുതിയ പ്രതിസന്ധി ഇരട്ടി പ്രഹരമാണ്. പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന ചെറിയ വർധന പോലും ഓരോ സാധാരണക്കാരന്റെയും കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നു. ഗതാഗത സൗകര്യങ്ങൾ മുതൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിതരണം വരെ ഈ വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ വരുന്നു. രാജ്യാന്തര രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് സാധാരണക്കാരന്റെ അടുക്കളയെ ബാധിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. അമേരിക്കൻ വിദേശ നയത്തിൽ വരാനിരിക്കുന്ന ഈ മാറ്റങ്ങൾ എണ്ണ വിപണിയെ മാത്രമല്ല, മൊത്തം ആഗോള സാമ്പത്തിക ക്രമത്തെയും സ്വാധീനിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ഇതിനകം തന്നെ ലോക ഊർജ്ജ മേഖലയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അതിനിടയിലേക്കാണ് ഇറാൻ വിഷയത്തിലുള്ള ഈ പുതിയ നീക്കങ്ങൾ വരുന്നത്. വിപണിയിൽ ഈ സാഹചര്യം ലഘൂകരിക്കാൻ മറ്റ് എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും.